ഹലോ ഗായ്സ്, അപ്പോൾ ഇച്ചൊക്കെ ഇന്ന് രാവിലെ ഫുൾ ഹാപ്പി ആയിട്ട് കാണുന്നത് വെച്ചാൽ ഇന്ന് കേന്ദ്ര വിദ്യാലയ കണ്ണൂരിലെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് രണ്ടുപേരും വേഗം റെഡിയാകുന്നുണ്ട് കേട്ടോ. കാരണം ഇതുവരെ ഒരു ബർത്ത്ഡേ ഒക്കെ വന്നാൽ മാത്രമേ കളർ ഡ്രസ്സ് ഇടാൻ പറ്റാറുള്ളൂ. നൈസൂന് അതും പറ്റാറില്ല, കാരണം അവരുടെ മാർച്ചിലെ എക്സാമിൻ്റെ ടൈം ആവുന്നതുകൊണ്ട് അപ്പോഴേക്കും ഓൾമോസ്റ്റ് സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടാവും. ലാസ്റ്റാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഇച്ചു പോയിട്ടുണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഭയങ്കര മുണ്ടൊക്കെ എടുത്ത് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അവസാന ഘട്ടത്തിലാണ് പറഞ്ഞത് ട്രഡീഷണൽ ഡ്രസ്സ് ഇടാമെന്ന്. അതുവരെ ഒരു 10 വർഷമായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിട്ടില്ല. ഓണാഘോഷ പരിപാടി ഉണ്ടാവും, പക്ഷേ എങ്കിൽ കുട്ടിയൊക്കെ ഇങ്ങനെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനുള്ള അവസരം ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അതിനുള്ള ഭയങ്കര ത്രില്ലിലാണ് എല്ലാവരും. നൈസിന് ഒരുങ്ങിയിട്ടും മതിയാവുന്നില്ല. ഇച്ചു പറഞ്ഞ് എനിക്ക് ഒരുക്കൊന്നും വേണ്ട, ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ചെറിയ കൂളിംഗ് ഗ്ലാസ് വാച്ചൊക്കെ കിട്ടി ഇറങ്ങി. അപ്പോൾ ബസ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ഏട്ടൻ വണ്ടിയിൽ അവിടെ ബസ് കയറ്റി വിടാൻ പോവാണ്. ലേറ്റ് ആയതുകൊണ്ട് ഓട്ടാണ്. അവരിന്ന് ഇങ്ങനെയെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ കുളിയൊന്നും നടന്നില്ല. രാവിലെ അടിച്ചു വാരി തുടച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് കത്തിച്ചത്. അവർ പോയി കഴിഞ്ഞ ശേഷം എനിക്ക് അവളെ ഒരുക്കേണ്ട എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇനി അടുത്ത ടാസ്ക് വെച്ചാൽ പൂവിടണം. പൂവിടാൻ വേണ്ടിയിട്ട് ബിനീഷേട്ടൻ കുറേയൊക്കെ പൂ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളപ്പൂവുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് ഇടാൻ നോക്കിയായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ മുട്ട് മടങ്ങില്ല. എൻ്റെ വലതുകാലിൻ്റെ മുട്ട് മടങ്ങാനൊരു പ്രയാസമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇരുന്ന് പൂവിടാൻ ഒത്തിരി വിഷമമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പൂവിടാറ്. പൂവിട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദന വരും നടുവൊക്കെ. കാരണം എനിക്ക് മര്യാദക്ക് ഇടാൻ പറ്റില്ല. പിന്നെ കുളിച്ചിട്ട് ഇടേണ്ടതുകൊണ്ട് ഞാൻ വേഗം രാവിലെ കുളിക്കാറുണ്ട്. അപ്പം ഞാൻ തന്നെ ഇടാറ്. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്. എല്ലാവർക്കും ഓണാശംസകൾ.